ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഇന്ന് വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെത്തും. ദുരന്താനന്തര പുനർനിർമ്മാണത്തിന്റെ രൂപരേഖ തയ്യാറാക്കാനാണ് സന്ദർശനം നടത്തുന്നത്. അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും. ആനാടിക്കാപ്പ് സൂചിപ്പാറ മേഖലയിലാണ് തെരച്ചിൽ. വിവരങ്ങൾ ആന്റണി ജെസ് ജോർജ് നൽകും. ആന്റണി, വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഇന്ന് എത്തും, സന്ദർശനം നടത്തും. ഇവരുടെ അജണ്ടകൾ പ്രധാനമായും എന്തൊക്കെയാണ്? കൂടാതെ തന്നെ മേഖലയിൽ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും ഇന്ന് അതായത് ഈ ദുരന്തത്തിന് ശേഷമുള്ള ആ മേഖലയിലെ മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ്, പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക സംഘം വയനാട്ടിലേക്ക് എത്തുന്നത്. ഈ സംഘം 31 വരെ ഈ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അടക്കം ഈ ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശങ്ങൾ സന്ദർശിക്കും. അവിടെ വിശദമായ പഠനം നടത്തും. അതിനുശേഷം ഒരു വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകും. ഇത് അടക്കം പരിശോധിച്ചായിരിക്കും ഈ പാക്കേജ് അടക്കം അല്ലെങ്കിൽ ഈ പണമടക്കം നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 17 വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എത്തുന്നത്. കേന്ദ്രത്തിലെ 17 വകുപ്പുകൾ, വിവിധ തരത്തിലുള്ള വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉള്ളത്. അവർ വയനാട്ടിൽ എത്തിയ ശേഷം ഈ മേഖലകൾ സന്ദർശിച്ച് വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 31 വരെ ഈ സംഘം വയനാട്ടിൽ തുടരുകയും ചെയ്യും. അതേസമയം ഇന്നും ഈ തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആനാടിക്കാപ്പ്, സൂചിപ്പാറ മേഖലകളിൽ ഒരു പ്രത്യേക തെരച്ചിൽ നടത്തിയിരുന്നു. NDRF അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവരാണ് ഈ തെരച്ചിലിൽ നേതൃത്വം നൽകുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ ഈ പ്രദേശത്ത് നിന്ന്, ഈ ആനാടിക്കാപ്പ്, സൂചിപ്പാറ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുകൂടി ഒരു പ്രത്യേക തെരച്ചിൽ അവിടെ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഒരുപക്ഷെ ഇനിയും ശരീരഭാഗങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഈ ചാലിയാർ കടന്നു പോകുന്ന ഈ സൂചിപ്പാറ മേഖലയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വീണ്ടും അവിടെ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ NDRFും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഈ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. ശരി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഇന്ന് വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ എത്തും. ദുരന്താനന്തര പുനർനിർമ്മാണത്തിന്റെ രൂപരേഖ തയ്യാറാക്കാനാണ് സന്ദർശനം നടത്തുന്നത്. സമയം ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജെസ് ജോർജ്.